ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആവേശത്തിലാണ് ആറന്മുള. ജലഘോഷയാത്ര അല്പസമയത്തിനകം നടക്കും. മത്സരവള്ളം കളി 3 മണിക്കാണ് ആരംഭിക്കുക. ഏറെ നാളുകൾക്ക് ശേഷം 52 കരകളിലെയും പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ജലമേളയുടെ പ്രത്യേകത. അർജുൻ മട്ടന്നൂർ, പ്രവീൺ പുരുഷോത്തമൻ, PR പ്രവീണ, സുനിഷ അയ്യല്ലൂർ തുടങ്ങി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് വിവരങ്ങളുമായി. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്കാണ്. പ്രവീൺ, ഇപ്പോൾ ഒരു മത്സര രൂപത്തിലേക്ക് 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്, കുറെ കാലത്തിനു ശേഷം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? മത്സരം തുടങ്ങുക കൃത്യം 3 മണിക്ക് തന്നെയല്ലേ? സ്മൃതി, ആറന്മുള ഉത്രട്ടാതി ജലോത്സവം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ ഈ സത്രക്കടവിലെ പവലിയനിലേക്ക് പ്രധാനപ്പെട്ട ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമ്മേളനം ധനമന്ത്രി KN ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം ജലമേള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഉദ്ഘാടനം ചെയ്യും. ഇക്കുറി മുൻവർഷങ്ങൾ അപേക്ഷിച്ച് പള്ളിയോടങ്ങൾ കൂടുതൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, പമ്പാ നദിയുടെ ഇരുകരകളിലും ഈ ഉത്രട്ടാതി ജലോത്സവം കാണുന്നതിനായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ കരകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പള്ളിയോടങ്ങളും എത്തിയിട്ടുണ്ട്. ആദ്യം ജലഘോഷയാത്ര നടക്കും. അത് ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷമായിരിക്കും ജലഘോഷയാത്ര നടക്കുക. ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത് മത്സരം എന്നതിലുപരി ആചാരപ്പെരുമയാണ്. അതുകൊണ്ട് തന്നെ ഈ ജലഘോഷയാത്രയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പള്ളിയോടങ്ങളെല്ലാം അലങ്കരിച്ച് അതിൽ കരക്കാരെല്ലാം കയറിയിരുന്ന് ഈ സത്രക്കടവിലൂടെ ഫിനിഷിംഗ് പോയിന്റിലൂടെ അല്പസമയത്തിനകം ഈ ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മത്സര വള്ളംകളിയിലേക്ക് കടക്കുക. മത്സര വള്ളംകളിയിൽ A-B ബാച്ചുകളിലായിട്ടാണ് മത്സര വള്ളംകളി അരങ്ങേറുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പും ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. രാവിലെ ജലനിരപ്പ് അല്പം കുറവായിരുന്നു. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ തുറന്ന് പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വേദിയിലേക്ക് വിശിഷ്ടാതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. സ്മൃതി, സത്രക്കടവിൽ നിന്നും നിക്ഷേപമാലിയിലേക്കാണ് ജലഘോഷയാത്ര നടക്കുക. ഇവിടെ നിന്ന് സത്രക്കടവിലേക്ക് മത്സര വള്ളംകളിയും നടക്കും. നെഹ്റു ട്രോഫി മത്സരങ്ങളുടെ മാതൃക സമയം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തവണ ഉത്രട്ടാതി വള്ളംകളി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ കരയുടെ ഏതു ഭാഗത്താണ് അർജുൻ നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ച? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് സത്രക്കടവ് ഭാഗത്താണ്. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. അല്പസമയത്തിനകം തന്നെ ഉത്രട്ടാതി വള്ളംകളി ആരംഭിക്കും. വള്ളംകളിയുടെ ഭാഗമായിട്ടുള്ള ജലഘോഷയാത്രയായിരിക്കും ആദ്യം നടക്കുക. ഈ സത്രക്കടവ് ഭാഗത്തു നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കായിരിക്കും ജലഘോഷയാത്ര. 52 പള്ളിയോടങ്ങളാണ് ഇത്തവണ അണിനിരക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 50 പള്ളിയോടങ്ങൾ ഉണ്ടാകുമെന്ന് അവസാന നിമിഷം അറിയിക്കുന്നുണ്ട്. ഈ മുഴുവൻ പള്ളിയോടങ്ങളും ഈ ജലഘോഷയാത്രയിൽ ഉണ്ടാകും. അതായത് ഈ 1300 മീറ്ററോളം ദൂരം ഈ സത്രക്കടവിൽ നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ദൂരത്തേക്ക് ഈ പള്ളിയോടങ്ങളെല്ലാം ഒന്നിച്ച് യാത്രയാകും. വളരെ വർണ്ണാഭമായ, വളരെ ദൃശ്യചാരുതയാർന്ന ഒരു നിമിഷമായിരിക്കും അത്. അതിനുശേഷം 3 മണിയോട് കൂടിയായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. 2 ബാച്ചുകളാണ് ഉള്ളത്, A ബാച്ചും B ബാച്ചും. ഇതിൽ A ബാച്ചിൽ 9 ഹീറ്റ്സ് മത്സരങ്ങളുണ്ട്. ആകെ 33 പള്ളിയോടങ്ങളുണ്ട്. അതിനുശേഷം B ബാച്ചിൽ 17 പള്ളിയോടങ്ങളുണ്ട്. 5 ഹീറ്റ്സ് മത്സരങ്ങളുണ്ട്. ഈ A ബാച്ചിലെ ഹീറ്റ്സ് മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും വേഗതയിൽ ഈ എത്തുന്ന വള്ളങ്ങൾ 4 വള്ളങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും വേഗതയിലെത്തുന്ന 4 പള്ളിയോടങ്ങളായിരിക്കും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക. അതോടൊപ്പം തന്നെ B ബാച്ചിൽ നിന്നും ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും വേഗതയിലെത്തുന്ന 4 പള്ളിയോടങ്ങൾ ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അതിനുശേഷം അവസാനമായിരിക്കും ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഇതിൽ വിജയിയാവുന്ന 2 ഈ പള്ളിയോടങ്ങളായിരിക്കും ഇത്തവണത്തെ മന്നത്ത് ട്രോഫി കരസ്ഥമാക്കുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. ഈ പമ്പയാറിന്റെ ഇരു കരകളിലും ഇത്തരത്തിൽ വള്ളംകളി പ്രേമികൾ, അതോടൊപ്പം തന്നെ ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ഭാഗമായി എത്തുന്ന നിരവധി ആളുകൾ ഈ ഇരു കരകളിലും നിറഞ്ഞു കഴിഞ്ഞു. വിശിഷ്ടാതിഥികളും എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതോടൊപ്പം തന്നെ ഈ ജലഘോഷയാത്ര നടക്കും. ഇപ്പോൾ ഈ പമ്പയാറ്റിൽ ഇപ്പോൾ
നിരവധി പള്ളിയോടങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ അണിഞ്ഞൊരുങ്ങി ഇത്തരത്തിൽ വർണ്ണാഭമായ തരത്തിൽ ഈ സത്രക്കടവ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വള്ളങ്ങളെല്ലാം കൂടി ആചാരമാണ്. അതിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ വള്ളംകളി പ്രേമികൾ അവിടെ എത്തിയിരിക്കുന്നത്. കരയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെയും കാണാം. PR പ്രവീണയുണ്ട് മധ്യഭാഗത്തുനിന്ന് വിവരങ്ങളുമായി. പ്രവീണ, ഈ AB ബാച്ചുകളായി 51 കരകളിലെ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും 49 പള്ളിയോടങ്ങൾ മത്സര വള്ളംകളിയിലും പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. മത്സരത്തിലേക്ക് കടക്കും മുമ്പുള്ള ജലഘോഷയാത്രയ്ക്കായാണ് ഇപ്പോൾ കാഴ്ചക്കാർ കാത്തു നിൽക്കുന്നത്. എന്താണ് ഈ മധ്യഭാഗത്തുനിന്നും നൽകാവുന്ന വിവരം പ്രവീണ? സ്മൃതി, ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള കടവിലാണ് നമ്മളുള്ളത്. ഇവിടെ പള്ളിയോടങ്ങളെല്ലാം ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ആചാരപരമായ രീതിയിൽ അവരുടെ ആചാരങ്ങളൊക്കെ കഴിച്ച് ശംഖൂതി അങ്ങനെയാണ് ഇവിടുന്ന് പുറപ്പെട്ട് ഈ സത്രം കടവ് ഭാഗത്തേക്ക് ജലഘോഷയാത്രക്കടക്കം പോകുന്നത്. ആറന്മുള വള്ളസദ്യ കഴിഞ്ഞെത്തി അതിനുശേഷം അവരെല്ലാവരും തന്നെ ക്ഷേത്രക്കടവിൽ വന്ന് അവരുടെ ആചാരപരമായ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടാണ് പോകുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഓരോരുത്തരും ഓരോ വള്ളങ്ങളായി അവരുടെ ആചാരം പൂർത്തിയാക്കി ഇനി ഈ ജലഘോഷയാത്രയും പിന്നീടുള്ള മത്സര വള്ളംകളിയിലേക്കും പോവുകയാണ്. ആചാരപരമം നിലനിർത്തിക്കൊണ്ട് അതേതായ രീതിയിൽ ആ ഒരു പഴമയുടെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആചാരങ്ങളൊക്കെയും നടക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനും അത് കഴിഞ്ഞ് ഈ മത്സര വള്ളംകളി കാണാനും നിരവധി പേർ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇത് കാണാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ ജലഘോഷയാത്ര അത് അർജുൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കാഴ്ച വിരുന്നാകും ഒരുക്കുക. എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പള്ളിയോടങ്ങളെല്ലാം അതിന്റെ മുന്നിൽ വന്ന് അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ. ശരി, പ്രേക്ഷകർ കാത്തിരിക്കുക ജലഘോഷയാത്രയിലെ